പുരാതന കാലത്ത് നവമായി തോന്നിയ കാര്യങ്ങളാണ് പുരാണങ്ങൾ. പുരാനവം എന്ന വാക്കിൽ നിന്നാവാം പുരാണമുണ്ടായത്. ദേവന്മാരെ പറ്റിയും സിദ്ധന്മാരെ പറ്റിയുമുള്ള കഥകൾ എന്ന അർത്ഥത്തിലാണ് മഹാഭാരതത്തിൽ പുരാണം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പുരാണങ്ങൾ ഇതിഹാസങ്ങളാണെന്നും അതിനെ പഞ്ചമവേദമെന്ന് വിളിക്കണമെന്നും ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഈ 18 പുരാണങ്ങളിൽ 6 വിഷ്ണുവിനെപ്പറ്റി പ്രതിപാദിക്കുന്നവയാണ്. ഇനിയുള്ള 6 ബ്രഹ്മദേവന്റെ വിശേഷങ്ങളാണ്. ബാക്കിയുള്ളവ പരമശിവനെപ്പറ്റി പ്രതിപാദിക്കുന്നവയും. ഈ പുരാണങ്ങളെ നമുക്കൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. വിഷ്ണു പുരാണമാവട്ടെ ആദ്യം. ഏറ്റവും പഴക്കമുള്ള പുരാണ ഗ്രന്ഥമാണ് വിഷ്ണു പുരാണം. ആ കാരണം കൊണ്ട് തന്നെ ഈ പുരാണം പുരാണ രത്നം എന്ന പേരിലും അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെപ്പറ്റി ഈ ഗ്രന്ഥത്തിൽ വിശദമായി പരിചയപ്പെടുത്തുന്നുണ്ട്. പരാശര മഹർഷി തൻ്റെ ശിഷ്യനായ മൈത്രേയന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇനി ഭാഗവത പുരാണം. ഏറ്റവും പഴക്കം വിഷ്ണു പുരാണത്തിനാണെങ്കിലും പ്രചാരം കൂടുതലുള്ളത് ഭാഗവത പുരാണത്തിനാണ്. വിഷ്ണു ഭക്തന്മാരുടെ ഇഷ്ടഗ്രന്ഥമാണ് ഈ പുരാണം. മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ഈ പുരാണത്തിലുണ്ട്. കൃഷ്ണാവതാരം നമ്മുടെ കാതുകളിൽ മാത്രമല്ല മനസ്സിലും കുളിർമഴ പെയ്യിക്കും. 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളുമുണ്ട് ഭാഗവത പുരാണത്തിൽ. നാരദ പുരാണം അല്ലെങ്കിൽ നാരദീയ പുരാണം. നാരദ മഹർഷി സനൽകുമാരന് പുണ്യവും പാപവും ധർമ്മവുമെല്ലാം ഉപദേശിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ പുരാണം അവതരിപ്പിച്ചിരിക്കുന്നത്. നന്മതിന്മകളുടെ അതിർവരമ്പ് തിരിച്ചറിയാനും ധർമാധർമ്മങ്ങളെ വിവേചനപൂർവ്വം സ്വീകരിക്കാനും ഈ പുരാണം പഠിപ്പിക്കുന്നു. ഗരുഡ പുരാണം അല്ലെങ്കിൽ ഗാരുഡ പുരാണം. മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്ന ഹൈന്ദവരുടെ ഒരു പ്രാമാണിക ഗ്രന്ഥമാണ് ഈ പുരാണം. ആത്മാവിൻ്റെ മരണാനന്തര ജീവിതത്തെപ്പറ്റി ഈ പുരാണം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ വിവിധ നരകങ്ങളെയും പരിചയപ്പെടുത്തുന്നു. നക്ഷത്രശാസ്ത്രത്തെപ്പറ്റിയും വൈദ്യത്തെപ്പറ്റിയും മാത്രമല്ല വ്യാകരണ വകഭേദങ്ങളും ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. അമൂല്യമായ രത്നങ്ങളുടെ വിശേഷങ്ങളുമുണ്ട് ഇതിൽ. ഗരുഡൻ്റെ ഉൽപ്പത്തിയുടെ കഥയും നമുക്ക് ഈ പുരാണത്തിൽ കാണാം. പത്മപുരാണം അല്ലെങ്കിൽ പാത്മപുരാണം. ഈ പുരാണത്തിൽ പറയുന്നത് ശ്രീരാമൻ്റെ മാത്രമല്ല ശകുന്തളയുടെയും കഥകളാണ്. 55,000 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഗ്രന്ഥം 6 കാണ്ഡങ്ങളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യ കാണ്ഡമാണ് സൃഷ്ടികാണ്ഡം. ക്രിയായോഗസാരം എന്ന പേരിലാണ് അവസാന കാണ്ഡം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമികാണ്ഡം, സ്വർഗകാണ്ഡം, പാടലകാണ്ഡം, ഉത്തരകാണ്ഡം എന്നീ പേരുകളിലാണ് മറ്റ് കാണ്ഡങ്ങൾ. ഉത്തരകാണ്ഡമാണ് പ്രധാന കാണ്ഡമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഓരോ മാസത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി പറയുന്നു. മാത്രമല്ല ബ്രഹ്മദേവൻ്റെ ഇരിപ്പിടമായ താമരയെയും വർണ്ണിക്കുന്നുണ്ട്. വിഷ്ണു പുരാണത്തിലെ അവസാനത്തെ പുരാണമാണ് വരാഹപുരാണം. മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമാണ് ഈ പുരാണം അവതരിപ്പിക്കുന്നത്. അനേകം പുണ്യസ്ഥലങ്ങളെപ്പറ്റി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വിശിഷ്ടമായ ഒട്ടേറെ മന്ത്രങ്ങളെപ്പറ്റിയും അറിയാം. ഇനിയുള്ള 6 പുരാണങ്ങൾ ബ്രഹ്മദേവനെ പറ്റിയാണ് പറയുന്നത്. ബ്രാഹ്മപുരാണം അല്ലെങ്കിൽ ബ്രഹ്മപുരാണം. ഈ പുരാണം ദക്ഷന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ബ്രഹ്മാവ്. ഇതിന് ആദിപുരാണം എന്നുകൂടി പേരുണ്ട്. സൂര്യനും മഹാദേവനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെപ്പറ്റി കൂടി ഇതിൽ പറയുന്നുണ്ട്. സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശവും കാണാം. ഇനിയുള്ളത് ബ്രഹ്മാണ്ഡ പുരാണമാണ്. ബ്രഹ്മാവ് ഉപദേശിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഈ പുരാണം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ആദിയിൽ വലിയ ഒരു സ്വർണ്ണമുട്ടയുണ്ടായിരുന്നുവെന്നും അത് പിളർന്നാണ് പ്രപഞ്ചമുണ്ടായതെന്നുമുള്ള വിചിത്രമായ പരാമർശവുമുണ്ട്. അധ്യാത്മരാമായണത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളും പരശുരാമൻ്റെ അവതാര കഥകളും മാത്രമല്ല രാധയുടെയും കൃഷ്ണൻ്റെയും ചില കഥകളും ഈ പുരാണം പറയുന്നുണ്ട്. സാവർണി മനു നാരദന് പറഞ്ഞുകൊടുത്ത ഉപദേശങ്ങളാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ പ്രധാന ഇതിവൃത്തം. ഒപ്പം രഥന്തൻ്റെ കഥയും പ്രതിപാദിക്കുന്നു. ബ്രഹ്മാവിൻ്റെ വൈവർത്തമാണ് ഈ പ്രപഞ്ചമെന്ന് ഇതിൽ പറയുന്നു. വൈവർത്തമെന്നാൽ രൂപം മാറ്റിയത് എന്നർത്ഥം. ഇതിലാകെ 4 കാണ്ഡങ്ങളേയുള്ളൂ. ബ്രഹ്മകാണ്ഡവും പ്രകൃതികാണ്ഡവും ഗണേശകാണ്ഡവും കൃഷ്ണജന്മകാണ്ഡവും. പ്രാചീന പുരാണങ്ങളിൽ ഒന്നാണ് മാർക്കാണ്ഡേയ പുരാണം. ഇന്ദ്രൻ്റെയും സൂര്യൻ്റെയും അഗ്നിയുടെയും
ഒരുപാട് കഥകൾ ഈ പുരാണത്തിൽ കാണാം. ദുർഗാദേവിയെ സ്തുതിക്കുന്ന ദേവീ മാഹാത്മ്യം എന്ന ഒരു ഭാഗം കൂടി ഇതിലുണ്ട്. സൂര്യൻ മനുവിനോട് പറയുന്ന രീതിയിലാണ് ഭവിഷ്യപുരാണം രചിച്ചിരിക്കുന്നത്. ഇതിൽ വരാൻ പോകുന്ന സംഭവങ്ങളുടെ പ്രവചനങ്ങൾ പോലുമുണ്ട്. നാഗങ്ങളെയും സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുന്ന രീതിയും പറഞ്ഞിരിക്കുന്നു. പുണ്യസ്ഥലങ്ങളെപ്പറ്റിയും പ്രസ്താവിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഭവിഷ്യപുരാണത്തിൽ നിന്നറിയാം. ബ്രഹ്മപുരാണത്തിലെ 6ാമത്തെ പുരാണമാണ് വാമനപുരാണം. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരം തുടങ്ങി ബാക്കിയുള്ള അവതാരങ്ങളെപ്പറ്റിയെല്ലാം ഈ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. വരാഹപുരാണത്തിലെ പ്രമേയവുമായുള്ള സാമ്യം ശ്രദ്ധേയമാണ്. ശിവപാർവതി വിവാഹം ഇതിൽ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് പരമശിവനുമായി ബന്ധപ്പെട്ട പുരാണങ്ങളെക്കുറിച്ചാണ്. വായുപുരാണം, ലിംഗപുരാണം, സ്കാന്ധപുരാണം അഥവാ സ്കന്ധപുരാണം, അഗ്നിപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം എന്നിങ്ങനെ 6. വായുദേവനാണ് ആദ്യ പുരാണം പറയുന്നത്. ശിവസ്തുതികളും അതേപ്പറ്റിയുള്ള പരാമർശങ്ങളുമാണ് വായുപുരാണത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. AD 4-ാം ശതകത്തിൽ ഭാരതം ഭരിച്ചിരുന്ന ഗുപ്ത രാജാക്കന്മാരെ പറ്റിയുള്ള അറിവുകളും ഈ പുരാണം നൽകുന്നു. ലിംഗരൂപിയായ ശിവൻ ധർമ്മം ഉപദേശിക്കുന്നതാണ് ലിംഗപുരാണം. 28 രീതിയിലുള്ള രൂപങ്ങളെ നമുക്ക് ഇതിലൂടെ അറിയാനാവും. സ്കന്ധപുരാണം നമുക്ക് പറഞ്ഞു തരുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യനാണ്. ആ ദേവൻ താരകാസുരനെ വധിക്കുന്ന കഥയാണ് സ്കന്ധപുരാണത്തിലൂടെ വ്യക്തമാകുന്നത്. കാളിദാസൻ്റെ കുമാരസംഭവവുമായുള്ള സാദൃശ്യം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടും. ഇനിയുള്ളത് അഗ്നിപുരാണവും മത്സ്യപുരാണവും കൂർമ്മപുരാണവും. അഗ്നിദേവനാണ് വസിഷ്ഠ മഹർഷിക്ക് അഗ്നിപുരാണം ഉപദേശിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യം മനുവിന് ഉപദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് മത്സ്യപുരാണം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. പാതാളത്തിൽ വെച്ച് കൂർമ്മം ഉപദേശിക്കുന്നതും ഇന്ദ്രദ്യുമ്നൻ്റെ കഥ പറയുന്നതുമാണ് കൂർമ്മപുരാണം. അഗ്നിപുരാണത്തിൽ ശിവലിംഗത്തെപ്പറ്റിയും ദുർഗാദേവിയെപ്പറ്റിയും പറയുന്നുണ്ട്. രാമകൃഷ്ണന്മാരുടെ കഥ മാത്രമല്ല, മറ്റ് പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാവ്യം, നാടകം, ശില്പകല, ജ്യോതിശാസ്ത്രം എന്നിവ കൂടി പ്രതിപാദിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര കഥയാണ് മത്സ്യപുരാണത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ജൈനമതത്തെപ്പറ്റിയും ബുദ്ധമതത്തെപ്പറ്റിയും മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. സപ്തദ്വീപുകളെപ്പറ്റിയും സപ്തസമുദ്രങ്ങളെപ്പറ്റിയും കൂർമ്മപുരാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവയുടെ മധ്യത്തിലാണ് ഭാരതമുള്ളതെന്ന് വിശദീകരിക്കുന്നു. ഈ പുരാണത്തിന് 4 സംഹിതകൾ ഉണ്ടായിരുന്നുവെന്നും ഒരേ ഒരു സംഹിതയായ ബ്രാഹ്മി സംഹിത മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നുമാണ് പറയുന്നത്. ഈ 18 പുരാണങ്ങൾ മാത്രമല്ല, 18 ഉപപുരാണങ്ങൾ കൂടി നമുക്കുണ്ട്. സനൽകുമാരം മുതൽ നീലമറ പുരാണം വരെ അതങ്ങനെ പരന്നു കിടക്കുന്നു. അതിൽ വിഷ്ണു ധർമ്മോത്തരം എന്ന ഉപപുരാണം കാശ്മീരുമായി ബന്ധപ്പെട്ടതാണ്. അത് കാശ്മീരിലെ വൈഷ്ണവ മതത്തെപ്പറ്റി പറയുന്നു. നീലമറ പുരാണമാവട്ടെ കാശ്മീരിലെ നാഗരാജാവായ നീലൻ്റെ ഉപദേശ സംഹിതയാണെന്നും അറിയുക. ഈ പുരാണങ്ങളെല്ലാം എഴുതിയത് ആരായിരിക്കും? വിഷ്ണുപുരാണം 3-ാം അംശം 6-ാം അധ്യായം 15-ാം പദ്യം ശ്രദ്ധിക്കുക. അത് ഇങ്ങനെയാണ്: ആഖ്യാനൈച്യോപാഖ്യാനേ ഗാഥാഭി കൽപ്പശുദ്ധിഭി പുരാണ സംഹിതാം ചക്രേ പുരാണാർത്ഥ വിശാരദ. മത്സ്യപുരാണം 53-ാം അധ്യായം 70-ാം പദ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അഷ്ടാദശ പുരാണാനി കൃത്യാ സത്യവതീ സുത ഭാരതാഖ്യാനമഖിലം ചക്രേ തതു പബൃംഹണം. ഈ പുരാണങ്ങളെല്ലാം സൃഷ്ടിച്ചത് സത്യവതീ സുതനായ വ്യാസനാണെന്ന് പറയുന്നു. ഇത് ഋഷിവര്യന്മാർ പകർന്നു തന്നിട്ടുള്ള വലിയ അറിവുകളുടെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ. പുരാണങ്ങൾ അഗാധമായ കടൽ പോലെയാണ്. ഇറങ്ങിച്ചെല്ലുന്തോറും ആഴവും പരപ്പും കൂടിക്കൊണ്ടേയിരിക്കും.